ആത്മഹത്യാശ്രമത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവെച്ച് നടൻ ബാലയുടെ മുൻ ജീവിത പങ്കാളി ഡോക്ടർ എലിസബത്ത് തന്റെ ആത്മഹത്യാശ്രമത്തിന് കാരണം ബാലയും കുടുംബമെന്നും എലിസബത്ത് ശാരീരികമായി ഉപദ്രവിച്ചു, മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തി. താൻ മരിച്ചാൽ പൂർണ്ണ ഉത്തരവാദി ബാലയെന്നും എലിസബത്ത് പറഞ്ഞു. ആക്ച്വലി എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈവൻ കല്യാണം തന്നെ നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഫംഗ്ഷൻ തന്നെ നടന്നിട്ടില്ല. എല്ലാവരും ഇമാജിനേഷനാണ് പറഞ്ഞത്. പിന്നെ ചീറ്റ് ചെയ്തു, പിന്നെ ഫിസിക്കലി അബ്യൂസ് ചെയ്തു, മീഡിയയിൽ ഡിഫെയിം ചെയ്തു. ഇത് പോസ്റ്റ് ചെയ്ത് എന്താവും എന്റെ അവസ്ഥ എനിക്കറിയില്ല. എനിക്കറിയില്ല. ഞാനിപ്പോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, മരിക്കുകയാണെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ആ പുള്ളി തന്നെയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ അക്ഷയ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. അക്ഷയ്, എലിസബത്ത് പറയുന്ന കാര്യങ്ങൾ ബാലയ്ക്കെതിരെ തന്നെയാണ്. എങ്ങനെയുണ്ട് എലിസബത്തിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ? അവർ പോലീസ് കേസുമായി മുന്നോട്ട് പോകാനാണോ തീരുമാനം? അതെ സിജു, ഇപ്പോൾ നടൻ ബാലയുടെ മുൻ ജീവിത പങ്കാളി എലിസബത്താണ് ഇപ്പോൾ ആത്മഹത്യാ ശ്രമത്തിന് ശേഷം സമൂഹ മാധ്യമത്തിലൂടെ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഒരു വീഡിയോ ആണ് ഇവർ പങ്കുവച്ചിരിക്കുന്നത്. ഇതിൽ എലിസബത്ത് പറയുന്നത് താൻ സഹിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും താൻ ഒത്തിരി നാൾ സഹിച്ചു, താൻ ക്രൂരമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് എലിസബത്ത് പറയുന്നത്. ഇങ്ങനെ ഒരു വിവാഹം നടന്നിട്ടില്ല എന്നാണ് ബാല പറയുന്നത്. ഇതൊരു ഇമാജിനേഷൻ ആണ് എന്നൊക്കെയാണ് ബാല പറയുന്നത് എന്നാണ് എലിസബത്ത് പറയുന്നത്. അപ്പോൾ എലിസബത്ത് ചോദിക്കുന്നത്, എങ്കിൽ പിന്നെ എന്തിനാണ് തന്നെ ജീവിത പങ്കാളി എന്നുള്ള നിലയ്ക്ക് സമൂഹത്തിന് മുന്നിലും സ്റ്റേജ് ഷോകളിലും ഒക്കെ കൊണ്ടുപോയി പരിചയപ്പെടുത്തിയത് എന്നാണ് എലിസബത്ത് ചോദിക്കുന്നത്. ഈ ബാലയുടെ കുടുംബത്തിനെതിരെയും എലിസബത്ത് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. താൻ മരിക്കുകയാണെങ്കിൽ ഇതിന് ഉത്തരവാദി ബാലയും ബാലയുടെ കുടുംബവുമായിരിക്കുമെന്നാണ് എലിസബത്ത് ഈ വീഡിയോയിൽ കൃത്യമായി പറയുന്നത്. കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തൻ്റെ തീരുമാനമെന്ന് എലിസബത്ത് പറയുന്നു. ആശുപത്രിയിൽ കിടക്കയിൽ നിന്നാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. എലിസബത്ത് പറയുന്നുണ്ട്, താൻ ആശുപത്രി കിടക്കയിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം, തൻ്റെ മൂക്കിൽ ട്യൂബ് ഇട്ടിട്ടുണ്ട്, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എലിസബത്ത് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നുണ്ട്. സിജു, എന്തായാലും ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് എലിസബത്ത് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്.